കൊച്ചിയിൽ കൊച്ചിയിലെ ഫുൾ കറങ്ങുമായിരുന്നു അല്ല ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നു 2 ദിവസം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 2 ദിവസം ഇവിടെ വന്ന് അടിപൊളി ടീച്ചർ എപ്പോഴും ചെയ്ത വാച്ചും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കും കുറച്ച് കയ്യിലുള്ള സാധനങ്ങള് ഇപ്പൊ പിള്ളേര് ഭയങ്കര ബിസി. ഇപ്പൊ കൊച്ചിയിൽ വന്നത് നമ്മളെ കാണാൻ സമയമില്ല. പ്രമോഷനും രേണുസുതിയുടെ കാര്യം തന്നെയാണ്. നമ്മൾ മടുത്തു പോകണം ഈ സ്ത്രീനെ കൊണ്ട്. ഇവര് ഈ സമൂഹത്തിൽ എന്താ കാണിച്ചു കൂട്ടണേന്ന് നമുക്ക് തന്നെ തലയ്ക്ക് വട്ടുപിടിക്കുന്നത്. ഇവരെ പൊക്കിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ കുറെ ഓൺലൈൻ മീഡിയയും കുറച്ച് ആൾക്കാർ. ഇവർക്കൊരു കൾച്ചർ ഇല്ലാത്ത സ്ത്രീയാണ്. ഒരു സൊസൈറ്റിയിൽ എന്താ പറയണത്, എന്താ പ്രവർത്തിക്കണമെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവർക്കെന്തോ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി സ്ത്രീക്ക്. ഇവര് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള വലിയ അഴിഞ്ഞാട്ടാണ്. ഒരു വിധവാന്നും പറഞ്ഞ് കിടന്ന് കാണിക്കുന്ന കാട്ടായം ഉണ്ടല്ലോ, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരുപാട് വിധവകളുണ്ട് ഈ ലോകത്ത്. കൂലിപ്പണിക്ക് പോയിട്ടും മറ്റുള്ളവരുടെ വീട്ടിൽ പണിക്ക് പോയിട്ടും തൊഴിലുറപ്പിന് പോയിട്ടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒന്ന് തൊഴേണ്ടത്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളെ അവരുടെ വിഷമങ്ങളെ അതിജീവിച്ച് അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. എന്നിട്ട് ഇവരെ പൊക്കി പിടിച്ചു നടക്കുന്ന ആൾക്കാർ പറഞ്ഞു ഇവരാണ് ഭയങ്കര നെഗറ്റീവിൽ നിന്ന് വന്ന ആള്, ഇവർ നെഗറ്റീവ് കമന്റിനെയൊക്കെ അതിജീവിച്ച് വന്ന സ്ത്രീയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്ത് കാര്യത്തിന് ഈ സ്ത്രീനെ എല്ലാവരും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം എന്നാണ്. ഇവര് വിധവകൾക്കെന്നല്ല സ്ത്രീകൾക്ക് തന്നെ ഇവർ അപമാനമാണ് ഈ രേണുസുതി. ഇവരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇവരോട് ചെലവിന് തരാൻ. ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കൈക്കോ കാലിനോ എന്തെങ്കിലും അംഗവൈകല്യമുണ്ടോ? ഇല്ല. ബുദ്ധിക്ക് കുഴപ്പമുണ്ട്. അതിപ്പോ നമ്മൾ കണ്ടോണ്ടിരിക്കണം ബുദ്ധിക്ക് കുഴപ്പമുണ്ടെന്നുള്ളത്. കൈയും കാലില്ലാത്ത മനുഷ്യർക്ക് ഞാനൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ബസ്സിലൊക്കെ ഓരോരുത്തർ ടിക്കറ്റ് കൊണ്ട് നടക്കണം കാണണം. ലോട്ടറി ടിക്കറ്റും അല്ലാത്ത സാധനങ്ങളെ കൊണ്ട് അവർക്കൊന്നും കൈയോ ഒരു കാലോ ഒന്നുമില്ല. എന്നാലും അവർ അതിനെ അതിജീവിച്ച് ജീവിക്കുന്ന അതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും ദൈവമേ ഈ മനുഷ്യന്റെ അവസ്ഥ. അവർക്ക് എന്നും ദൈവം കൂടെ ഉണ്ടാവും. അതൊന്നും ഈ രേണുസുതിക്ക് നല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഇങ്ങനെ അഴിഞ്ഞാടണം. എപ്പോൾ നോക്കിയാലും ആണുങ്ങളുടെ കൂടെ കിടന്ന് അഴിഞ്ഞാടുവാണ്. എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ സൂചിച്ചേട്ടൻ ആ മരിച്ചുപോയ കലാകാരന്റെ പേര് വരെ ഇവൾ കളഞ്ഞു. അയാൾ മരിച്ചുപോയിട്ട് അയാളെ പറ്റി ഒരാൾ പോലും ഇപ്പൊ നല്ലത് പറയുന്നില്ല. സത്യം പറഞ്ഞാൽ കഷ്ടമുണ്ട്. അയാളൊരു മോനുണ്ട്, അത് അതിലും വലിയ വൃത്തികെട്ട ഒരു സാധനം. അവന് കുറെ കാശ് മതി. അച്ഛന്റെ പേര് നശിപ്പിച്ചാണ് അവന് കാശ് കൊണ്ടേ കൊടുക്കണമെന്ന് ഈ പുള്ളിക്കാരി കാശ് കൊണ്ടേ കൊടുക്കണമെന്ന് അവന് തിരിച്ചറിവുണ്ടായിട്ട് അവനത് കാണാത്ത മാതിരി അഭിനയിക്കുകയാണ്. അവന്റെ അച്ഛന്റെ പേര് സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറി പെണ്ണുപിടി എന്നുള്ള ലേബലിലാക്കി വെച്ചിട്ട് സുധിയുടെ വീട്ടുകാർ പോലും നിയന്ത്രിക്കുന്നില്ലല്ലോ. അവർക്കെല്ലാം കാശ് മതിയായിരിക്കും. ഇവിടെ 2 പൊട്ടിയിൽ കൊടുത്തിരുന്ന നല്ലൊരു ആണുങ്ങളില്ലാത്തതുകൊണ്ട് ഇവരുടെ കൂടെ നടക്കുന്നതെല്ലാം ചുമ്മാ മൊണ്ണകളാണ്. എന്ത് അഹങ്കാരമാണ് ഈ സ്ത്രീക്ക്. സഹായിച്ചവരെല്ലാം ഈ സ്ത്രീ അങ്ങും ഇരുന്ന് കുറ്റം പറയുന്നു, അവർക്കെതിരെ ഇരുന്ന് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നു. എന്നിട്ടും ഇവരെയൊക്കെ ഇനോഗ്രേഷൻ വിളിച്ചു നടക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ആ കടയൊന്നും ഞങ്ങളും മനുഷ്യപ്പറ്റുള്ള ഒരാളും പോകത്തില്ല. കാരണം ഇവളിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്ത് വരുന്ന കടയിൽ എന്തിനാണ് നമ്മൾ പോകുന്നത്? ഒരു വൈദികനെ ഇവൾ അപമാനിച്ചു. എന്നിട്ട് ഇവിടെ അമ്പലത്തിലേക്കൊക്കെ വിളിച്ചു ഓരോരുത്തർ ഇനോഗ്രേഷൻ. എന്ത് കാര്യത്തിന്? ഇവൾ എന്ത് നന്മയാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇനി ഇവള് പറയുന്നത് എപ്പോഴും കാര്യമാണ്. ഇവർക്ക് ചെലവിന് ഇവിടെ വീട്ടിലിരിക്കും. ഇവർക്ക് ചെലവിന് കൊണ്ട് കൊടുക്കും. ഇവരുടെ മക്കളുടെ കാര്യം നോക്കുന്നു. ഇവള് ഇപ്പൊ മക്കളുടെ കാര്യം നോക്കുന്നുണ്ട്. അഴിഞ്ഞാടുമല്ല ചെയ്യുന്നത്. ഒരു ആൽബം എടുത്താന്ന് പറഞ്ഞ് എന്തോരം ആൽബങ്ങളുണ്ട്. 2000-ലൊക്കെ ഇറങ്ങി എന്തോരം ആൽബങ്ങൾ ഇപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. ഇവരുടെ ആൽബം മാത്രം ആരും കേൾക്കാനും പോലെ കാണാനും പോലെ. കാരണം അതിനകത്ത് വേണ്ടി അഴിഞ്ഞാട്ട ചുമ്മാ ഏപ്പടം കാണുന്ന പോലെ. പിള്ളേരുടെ കയ്യിൽ ഫോൺ പോലും കൊടുക്കാൻ പറ്റില്ല. അതും നമുക്ക് ഫോൺ തുറക്കാൻ വലിയവർക്കും തുറക്കാൻ പറ്റും. ഇവളാണ് എല്ലാ ദിവസവും ഇവിടെ ഒരു വീഡിയോ കാണും. നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് മടുത്ത് എന്നാലും വന്നോണ്ടിരിക്കും ഇവിടെ വീഡിയോസ്. എന്ത് കഷ്ടമാണ് ഈ സ്ത്രീ. എന്താ ഈ സൊസൈറ്റിയിൽ കാണിച്ചു കൊടുക്കണമെന്ന് അറിയോ? മറ്റുള്ളവർക്ക് എന്ത് ഭ്രാന്തെന്ന് അറിയോ? ഫോൺ നമ്മുടെ സ്വന്തമായിപ്പോഴല്ലേ എറിഞ്ഞു പിടിച്ച് കളയായിരുന്നു. ഇവർ പറഞ്ഞൊരു കാര്യം, ഇവർ വീട്ടിലിരിക്കും. അവരുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നു. മൂത്ത മോന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഫ്ലവേഴ്സാണ്. ഇവർക്ക് അതിന് പണം ചെലവാക്കണ്ട. പഠിപ്പും കാര്യങ്ങളെല്ലാം അതാണ് നോക്കുന്നത്. പിന്നെ ഉള്ള ഇളയ മോനാണ്. ഇവർക്ക് റേഷൻ കടയിൽ അരി കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഇവർ സാധാരണ ഒരു ജോലിക്ക് പോയി ഇവർക്ക് ആ പൈസ കൊണ്ട് ഇളയ കുഞ്ഞിനെ നോക്കാൻ പാടില്ലേ? ഇവർക്ക് എന്തോരം ജോലി ഓഫർ വന്നാൽ സുധി മരിച്ചപ്പോൾ ഇവർ പോകത്തില്ലല്ലോ. ഇവർക്ക് അറിയില്ലെന്ന്. എന്നിട്ടിപ്പോ ഇവൾ ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന ഫീൽഡ് ഇവർക്ക് അറിയാവുന്ന ഫീൽഡാണ്. അഭിനയം എന്ന് പറഞ്ഞ് ഗോഷ്ടി കാണിക്കുക. ചുമ്മാ ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട്. ഇതൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ പറഞ്ഞു പോവാ. ചുമ്മാ ആണുങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് അഭിനയിക്കുന്നത്. എന്നിട്ട് ഇത് ഓൺലൈൻ പിന്നെ നമ്മൾ പബ്ലിക്ക് കൊണ്ടിടുന്നത് നമ്മൾ കാണാൻ വേണ്ടിയില്ല. എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കുറെ പാവാടവള്ളികളൊന്നും നമ്മുടെ അമ്മയ്ക്കും അപ്പനും നമ്മുടെ ഭർത്താവിനും അല്ലെങ്കിൽ ഭാര്യമാർക്കും ഒക്കെ വിളിച്ചോണ്ടിരിക്കും. പെങ്ങന്മാരെ വരെ പറയും. അപ്പൊ ഇവിടെ കാണിക്കുന്ന എല്ലാ കോളത്തിലും നമ്മൾ കണ്ടോണ്ടിരിക്കാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുന്നത് എപ്പോൾ നോക്കിയാലും ആണുങ്ങളുടെ കയ്യിൽ കയറി തൂങ്ങി നടക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ വിടപ്പാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് റീച്ച് പറഞ്ഞ് ഇവരുടെ എല്ലാ മിസ്റ്റേക്കും ആൾക്കാർ അംഗീകരിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഫ്രണ്ട് ആക്കും. അതിനാണെങ്കിൽ കുളിപ്പിക്കും ഒന്നുമില്ല. ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ അതിനെ കൊണ്ട് നടക്കും. ഇവളീ ആണെങ്കിൽ ഒരിക്കലും മാലയും വാളിയിട്ട് നടക്കുന്നുണ്ട്. ആ കൊച്ചിന്റെ കഴുത്ത് ഒരു സ്വർണ്ണമാല ഉണ്ടോ? ഇവർക്ക് സ്വർണ്ണമാല അതും മേക്കപ്പ് ചെയ്യാനും പല്ല് ശരിയാക്കാനും എല്ലാ ലക്ഷ്യങ്ങളും കളയുന്നത്. അതിന്റെ കഴുത്ത് ഒരു മാല ഇട്ട് കൊടുക്കും. അല്ല വേണ്ട, അതിനൊരു വൃത്തിയുള്ള ചെരുപ്പ്, ഒരു വൃത്തിയുള്ള തുണി, അതിനൊന്ന് കുളിച്ച് കൂടെ കൊണ്ടുപോയി നടത്തും. ഒന്നുമില്ല. ചുമ്മാ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വന്നപ്പോൾ കാണാതിരിക്കാൻ പറ്റില്ല. വന്നപ്പോൾ ഒന്ന് കണ്ടുപോട്ടെ ജസ്റ്റ്. അതിനകത്ത് ആ മുടിയുള്ള ചേർക്കുന്നുണ്ടല്ലോ ഇപ്പൊ അഭിനയിക്കാൻ പറ്റില്ല. അവൻ വന്നാൽ ഇപ്പൊ ഋതപ്പൻ അടുത്ത് നിൽക്കുക. ഋതപ്പനൊക്കെ ആരും മൈൻഡാണ്. അവനെ വന്ന് കെട്ടിപ്പിടിക്കുക. എന്റെ വീട്ടിലേക്ക് ആര് വന്നാലും കെട്ടിപ്പിടുത്ത ഉറപ്പാണ്. ആ കൊച്ചവിടെ കണ്ടുകൊണ്ട് ചുമ്മാ നിൽക്കുക. ആ കൊച്ചിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനൊരു വൃത്തിയില്ലാത്ത രീതിയിൽ ഒരുക്കി നിർത്തും. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ കൊണ്ട് പറയും പിന്നെ നിങ്ങളാണോ ആ കൊച്ചിനെ ഇതാക്കുന്നത് അങ്ങനെ ഇങ്ങനെ എല്ലാം എന്ന് പറയും. പക്ഷെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, ഇവളെക്കാളും തരംതാന്ന കൾച്ചറുള്ള ആൾക്കാരാണ് ഇവളെ സപ്പോർട്ട്. വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റൂ. വൺ ആൻഡ് ഓൺലി അക്ഷയ് ഫുഡ് വാരി